നമസ്കാരം. കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് ആരെത്തണമെന്ന കാര്യത്തിൽ നിർണായക തീരുമാനമെടുക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്ന് അന്തിമ ചർച്ചകളിലേക്ക് കടക്കുന്നു. പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുടെ നിലപാട് തേടുന്നതിനൊപ്പം മുതിർന്ന നേതാക്കളുടെ അഭിപ്രായത്തിനും ഹൈക്കമാൻഡ് വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. മുഖ്യമന്ത്രി തീരുമാനിക്കുമ്പോൾ സീനിയോറിറ്റിയും ഭൂരിപക്ഷം MLA-മാരുടെ പിന്തുണയും പ്രധാന മാനദണ്ഡം ആകണമെന്ന് മുതിർന്ന നേതാവ് AK ആന്റണി ഹൈക്കമാൻഡിനോട് നിർദ്ദേശിച്ചതായാണ് സൂചന. പാർട്ടിക്കുള്ളിലെ ഐക്യത്തിനും സുഗമമായ ഭരണത്തിനും ഈ ഘടകങ്ങൾ അനിവാര്യമാണെന്നാണ് ആന്റണിയുടെ നിലപാട്. മുഖ്യമന്ത്രി നിശ്ചയിക്കുന്നതിനായി MLA-മാരുടെ വ്യക്തിപരമായ അഭിപ്രായം തേടുന്ന നടപടികൾ ഇന്ന് KPCC ആസ്ഥാനത്ത് നടക്കും. ഹൈക്കമാൻഡ് നിരീക്ഷകരായ അജയ് മക്കൻ, മുകുൾ വാസനിക് എന്നിവർ MLA-മാരെ ഓരോരുത്തരെയായി കണ്ട് സംസാരിക്കും. അതിനിടെ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയെ ഈ കൂടിക്കാഴ്ചയിൽ നിന്നും ഒഴിവാക്കണമെന്ന വിചിത്രമായ ആവശ്യം ഒരു വിഭാഗം നേതാക്കൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. വിവരങ്ങൾ ചോരാതിരിക്കാനും MLA-മാർക്ക് സ്വതന്ത്രമായി അഭിപ്രായം പറയാനും ഇത് അനിവാര്യമാണെന്നാണ് ഇവരുടെ വാദം. ദീപാദാസ് മുൻഷി KC വേണുഗോപാലുമായി അടുപ്പമുള്ള ആളാണെന്ന വികാരമാണ് VD സതീശൻ പക്ഷത്തെ ഇത്തരമൊരു ആവശ്യത്തിലേക്ക് നയിച്ചത്. ഈ ആവശ്യം വിചിത്രമാണെങ്കിലും ഗ്രൂപ്പ് സമവാക്യങ്ങളും നേതാക്കളുടെ പരാതികളും കണക്കിലെടുത്ത് ഹൈക്കമാൻഡ് ഇത് അംഗീകരിച്ചേക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. നിരീക്ഷകർ മാത്രം MLA-മാരെ കാണുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയാൽ അത് VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും ഗുണകരമാകുമെന്ന് അവരുടെ അനുയായികൾ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ KC വേണുഗോപാൽ പക്ഷം തങ്ങളുടെ ഭൂരിപക്ഷത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. MLA-മാരുടെ പിന്തുണയ്ക്കൊപ്പം ഭരണപരിചയവും ജനപ്രീതിയും ഹൈക്കമാൻഡ് പരിശോധിക്കും. MLA-മാരുടെ യോഗത്തിൽ മുഖ്യമന്ത്രി തീരുമാനിക്കാനുള്ള അധികാരം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് വിട്ടുകൊണ്ടുള്ള ഏകപരി പ്രമേയവും പാസാക്കും. ഇതിനുശേഷമായിരിക്കും നിരീക്ഷകർ ഓരോ അംഗത്തിന്റെയും മനസ്സ് ചോദിച്ചറിയുക. MLA-മാരുടെ എണ്ണം മാത്രമല്ല, ഘടകകക്ഷികളുടെ താൽപ്പര്യവും ഇത്തവണ നിർണായകമാകും. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള കക്ഷികൾക്ക് സ്വീകാര്യനായ ഒരു നേതാവിനെ കണ്ടെത്തുക എന്ന വെല്ലുവിളിയും ഹൈക്കമാൻഡിന് മുന്നിലുണ്ട്. KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരുടെ പേരുകൾക്കിടയിൽ ആർക്ക് നറുക്കു വീഴും എന്നതിൽ ഡൽഹിയിൽ ഇന്ന് വൈകുന്നേരത്തോടെ ധാരണയാകും. സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും അന്തിമ അനുമതിയോടെയാകും ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാവുക. ദീപാദാസ് മുൻഷിയെ മാറ്റണമെന്ന ആവശ്യം അംഗീകരിക്കുന്നതിലൂടെ ഒരു വിഭാഗത്തിന്റെ പരാതികൾ തീർക്കാനും ഹൈക്കമാൻഡ് ശ്രമിക്കുന്നുണ്ട്. 15ാം കേരള നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിച്ച UDF-നെ നയിക്കാൻ കരുത്തനായ ഒരാൾ വേണം എന്നതിൽ ആർക്കും തർക്കമില്ല. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായ താൽപ്പര്യങ്ങൾക്കപ്പുറം പാർട്ടിയുടെ ഭാവിയും ഭരണസ്ഥിരതയും മുൻനിർത്തിയാകും അന്തിമ തീരുമാനം. വട്ടിയൂർക്കാവിൽ നിന്നും വിജയിച്ച K മുരളീധരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുടെ പിന്തുണയും ഈ ഘട്ടത്തിൽ നിർണായകമാണ്. ഗ്രൂപ്പ് പോരുകൾ പരസ്യമാകാതെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുക എന്നതാണ് ഹൈക്കമാൻഡ് നേരിടുന്ന പ്രധാന ദൗത്യം. കഴിഞ്ഞ തവണത്തെ പരാജയത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് തിരിച്ചുവന്ന UDF-ൽ പുതിയൊരു തർക്കമുണ്ടാക്കാൻ നേതൃത്വം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് MLA-മാരുടെ ഭൂരിപക്ഷത്തിനൊപ്പം ആന്റണിയെപ്പോലുള്ളവരുടെ ഉപദേശങ്ങൾക്കും വലിയ വില നൽകുന്നത്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന ചർച്ചകളിൽ KPCC മുൻ അധ്യക്ഷൻ K സുധാകരന്റെ നിലപാടും നിർണായകമാകും. പാർട്ടി പ്രവർത്തകർക്കിടയിൽ സ്വീകാര്യനായ ഒരാളെ കണ്ടെത്താനാണ് അദ്ദേഹം സമ്മർദ്ദം ചെലുത്തുന്നത്. നിരീക്ഷകർ നൽകുന്ന റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ ഇന്ന് രാത്രിയോടെ തന്നെ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരാണെന്ന കാര്യത്തിലൊരു ധാരണ ഉണ്ടായേക്കും.